നമ്മുടെ മാധവന് അംഗനവാടിയിൽ ടിഫിൻ കൊണ്ടുപോകാൻ മുട്ടപ്പഴം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഏത്തപ്പഴം, ഒരു മുട്ട, പഞ്ചസാര, 2 ഏലയ്ക്ക. പഴം നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏലയ്ക്ക പൊടിച്ച് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഞാൻ പഞ്ചസാര കൂടി മുട്ടയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര മുട്ടയിൽ അലിയത്തില്ല. ഒന്ന് ജസ്റ്റ് ഇച്ചിരി വെള്ളം എടുത്ത് അലിയിച്ചിട്ട് മുട്ടയുമായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാനിൽ കുറച്ചായിട്ട് നെയ്യാണ് ഒഴിക്കേണ്ടത്. പക്ഷേ നെയ്യില്ലാത്തത് കൊണ്ട് ഞാൻ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നെയ്യാണ് ഇതിന് വേണ്ടത്. സൂപ്പർ ടേസ്റ്റാണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് വഴറ്റിയെടുക്കുക. നന്നായിട്ട് നമ്മുടെ പഴം വാട്ടിയെടുക്കൂലേ, അതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം അധികം കൂട്ടി വയ്ക്കേണ്ട, തീ കുറച്ച് വെച്ച് പത്തി അങ്ങ് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മുടെ ഗോൾഡൻ കളറായിട്ടുണ്ട്, നല്ല സ്വർണത്തിൻ്റെ നിറം വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ബ്രൗൺ ഷെയ്ഡിലായിട്ടുണ്ട്, നന്നായിട്ട് വന്ന്. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ഒന്ന് ആവി വാടി കിട്ടണം പഴം. അതല്ലാന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടില്ല. നന്നായിട്ട് വാടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം പഴുത്ത പഴം ആവരുത്, അലിഞ്ഞു പോകും. മീഡിയം ടൈപ്പിൽ. പിന്നെ മുട്ടയിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കൂടാതെ പഴത്തിൽ ഒരിത്തിരി പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴം നല്ല മധുരമുള്ളതാണെങ്കിൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ മധുരം ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് മധുരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ആ പാത്രത്തിൽ, ആ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചട്ടി ഞാൻ എല്ലാത്തിനും ഈ ചട്ടി തന്നെ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ അപ്പത്തിനും എല്ലാത്തിനും ഞാൻ ഈ സെയിം ചട്ടി തന്നെ എടുക്കുന്നത്. എന്തെടുത്താലും ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് നമ്മുടെ മുട്ട ചിക്കി വറുക്കത്തില്ലേ, അതുപോലെ ആവുന്നത് വരെ നന്നായിട്ട് വറുത്ത് നന്നായിട്ട് ചിക്കി വറുത്തെടുക്കാം. ഒരുപാടങ്ങ് മൊരിക്കണ്ട. എന്നിട്ട് നന്നായിട്ട് ചിക്കി ഒതുക്കി വയ്ക്കാം. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ മാറ്റി വെച്ച പഴം വറുത്തത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ചിക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ പഴം വറുത്ത സമയത്ത് ഉണക്കമുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഇതൊക്കെ വറുത്തിതിലേക്ക് ചേർക്കാം കേട്ടോ. കുഞ്ഞിനൊക്കെ ഇഷ്ടമാണെങ്കിൽ. മാധവൻ അതൊന്നും കഴിക്കത്തില്ല. മാധവൻ അത് കഴിക്കാത്തതുകൊണ്ട് ഞാനതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിലേക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. നന്നായിട്ട് ഒന്ന് ചിക്കി ആ മുട്ടയുടെ ഇതൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടപ്പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത ഒരു റെസിപ്പിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ടാറ്റാ.